വണ്ടി ഓടിച്ചുകൊണ്ട് റോഡിലെ കുണ്ടും കുഴിയും ഇനി നിങ്ങൾക്കും ശരിയാക്കാം. അവിശ്വസനീയമായ ന്യൂ ജനറേഷൻ റോഡ് ടെക്നോളജികൾ. ഹലോ ഫ്രണ്ട്സ്, പത്രമെടുത്താൽ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറയെ. സോ അതിനൊരു അറുതി വരുത്താൻ പല രാജ്യങ്ങളും പല ടെക്നോളജികളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്ക് അപകടങ്ങളെ ചെറുക്കുന്ന ഡ്രാഗ്നെറ്റ് സേഫ്റ്റി സിസ്റ്റം, ഇൻസ്റ്റന്റ് ക്രോസ് വാക്സ്, വണ്ടി ഓടിച്ചുകൊണ്ട് റോഡ് നന്നാക്കാവുന്ന പുതിയ റോഡ് റിപ്പയർ ടെക്നോളജി, ട്രാഫിക് നിയന്ത്രിക്കുന്ന ഓട്ടോമാറ്റിക് ട്രാഫിക് ബാരിയേഴ്സ്, ഡ്രൈവ് ചെയ്തുകൊണ്ട് കാർ ചാർജ് ചെയ്യാവുന്ന ഇലക്ട്രിഫൈഡ് റോഡുകൾ, അപകട മുന്നറിയിപ്പ് നൽകുന്ന ഇന്ത്യയിലെ റെസ്ക്യൂ റഡാർ തുടങ്ങി ഒരു പിടി പുത്തൻ റോഡ് ടെക്നോളജികളാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണേ. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10, ഡ്രാഗ്നെറ്റ് സേഫ്റ്റി സിസ്റ്റം. റോഡ് റെയിൽ ക്രോസിംഗിലും റൺവേ ട്രക്ക് റാമ്പുകളിലും ലൈനുകളിലും ഉപയോഗിക്കാവുന്ന ഒരു ട്രക്ക് സേഫ്റ്റി സംവിധാനമാണ് ഡ്രാഗ്നെറ്റ് സേഫ്റ്റി സിസ്റ്റം. ന്യൂയോർക്ക് നഗരത്തിലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാണുമ്പോൾ അത്ര ബലമൊന്നും തോന്നിക്കാത്ത ഈ നെറ്റ് പക്ഷേ ഒരു വലിയ ഭാരം കയറ്റിയ ട്രക്കുകളെ വളരെ കാര്യക്ഷമമായി തടഞ്ഞു നിർത്തുന്നത് കാണാം. പ്രൊഫഷണൽസ് ആണ് ഈ ടെസ്റ്റ് നടത്തിയത്. ബ്രേക്ക് പോയതോ മനഃപൂർവ്വം നിർത്താതെ പോകുന്നതോ ആയ വാഹനങ്ങളെ ഈ സംവിധാനം ഉപയോഗിച്ച് ആൾനാശമില്ലാതെ തന്നെ നിർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഇടിച്ച് തകർത്ത് പോയാലും വളരെ ദൂരെ പോകാൻ വാഹനത്തിന് കഴിയാത്ത വിധമാണ് ഈ നെറ്റിന്റെ നിർമ്മാണം. വേഗതയോ വാഹനത്തിന്റെ വലിപ്പമോ പരിഗണിക്കാതെ ആഘാതമേൽക്കുന്ന വാഹനത്തിന് ഏറ്റവും കുറഞ്ഞ കേടുപാടുകൾ വരുത്തുന്ന സുരക്ഷിതവും നിയന്ത്രിതവുമായ സ്റ്റോപ്പ് ഈ ഡ്രാഗ്നെറ്റ് സേഫ്റ്റി സിസ്റ്റം നൽകുന്നു. നമ്പർ 9, റോഡിന് നടുവിലെ സുരക്ഷാവേലി. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് സുരക്ഷാ മാർഗമാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യുക എന്നത്. എന്നാൽ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്താലും കാൽനട യാത്രക്കാർക്ക് രക്ഷയില്ല. ചില ഡ്രൈവേഴ്സിന് കാൽനട യാത്രക്കാരൊരു പ്രശ്നമേ അല്ല. എന്നാൽ ഈ പ്രശ്നത്തിന് അടിപൊളി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് കനേഡിയൻ ഗവൺമെന്റ്. അപകടങ്ങളിൽ നിന്നും കാൽനട യാത്രക്കാരെ രക്ഷിക്കുവാൻ സീബ്ര ലൈൻ കൊണ്ടൊരു വേലി തന്നെ തീർത്തിരിക്കുകയാണ് ഇവിടെ. റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് ഇതിലും വലിയ ഒരു സുരക്ഷ വേറെ ഉണ്ടോ? ഓരോ തവണയും കാൽനട യാത്രക്കാർ ഒരു ക്രോസ് വാക്കിലൂടെ കടന്നു പോകുമ്പോൾ ട്രാഫിക്കിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അവരെ കടന്നു പോകാൻ അനുവദിക്കാത്തതിനാൽ അവരത് സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം എന്നേന SAAQ ഒരു പുതിയ ആശയവുമായി എത്തിയത്. നിലത്ത് വരച്ച മഞ്ഞ വരകൾ പെട്ടെന്ന് ഉയർന്ന പാനലുകളായി മാറുന്നു. ഇത് കാൽനട യാത്രക്കാരനെ സമാധാനത്തോടെ പോകുവാൻ അനുവദിക്കുന്നതിന് കാറിനെ ബ്രേക്ക് ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. നിർത്തിയതിന് നന്ദി എന്ന സന്ദേശം പോപ്പപ്പ് പാനലുകളിൽ ഒന്നിൽ തെളിഞ്ഞുവരും. ഇങ്ങനെയൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ എങ്ങനെയിരിക്കും? എന്നാൽ ഇവിടെ ഒരു ലൈക്ക് പൂശിക്കോ. നമ്പർ 8, വേഗത കുറയ്ക്കാൻ സ്പീഡ് ബംപ്സ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന 70% റോഡ് അപകടങ്ങൾക്കും കാരണം വാഹനങ്ങളുടെ അമിത വേഗതയാണെന്നതിൽ തർക്കമില്ല. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനായി റോഡിൽ ഇടയ്ക്കിടെ ബമ്പുകൾ സ്ഥാപിക്കാറുണ്ട്. എന്നാൽ സ്പീഡ് കുറയ്ക്കുന്നതിനായി സ്ഥാപിച്ച ഈ ബംപ്സിന് മുകളിലൂടെ പോലും അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നവരാണ് പലരും. പക്ഷേ ഇനി ആ കളിയൊന്നും റോഡിൽ നടക്കില്ല. സ്പീഡ് ബമ്പുകളും ഹൈടെക് ആയി കഴിഞ്ഞു. ഈ ഇന്റലിജന്റ് സ്പീഡ് ബംപ്സിലെ സെൻസറുകൾക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത തിരിച്ചറിയാൻ കഴിയും. സുരക്ഷിതമായ വേഗതയിലാണെങ്കിൽ ബമ്പുകൾ താഴ്ന്ന് വാഹനങ്ങളെ പോകാൻ അനുവദിക്കുന്നു. മെക്സിക്കൻ കമ്പനിയായ ടോപ്പ് ഇന്റലിജൻസ് ആണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊരു സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ എങ്ങനെയുണ്ടാകും? കമന്റ്സ് പോരട്ടെ. നമ്പർ 7, ഇൻസ്റ്റന്റ് ക്രോസ് വാക്ക്. സമീപ ഭാവിയിൽ തന്നെ ഒരുപാട് പ്രചാരം ലഭിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് ഇനി കാണാൻ പോകുന്നത്. കാൽനടക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന വേളയിൽ തന്നെ ശരാശരി 7000-ഓളം ആക്സിഡന്റുകൾ വർഷത്തിൽ ഉണ്ടാകുന്നുണ്ട് UK-യിൽ മാത്രം. അംബ്രേലിയം ടീം, ഡയറക്ട് ലൈൻ ഇൻഷുറൻസ് കമ്പനി എന്നിവർ സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ റെസ്പോൺസീവ് ക്രോസ് വാക്കാണിത്. കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ചലനങ്ങൾ സെക്കൻഡിൽ 25 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ പകർത്തുന്ന ഒരു ഹൈടെക് ക്യാമറ ഉപയോഗിച്ച് യാത്രക്കാരുടെയോ വാഹനങ്ങളുടെയോ അപ്രതീക്ഷിതമായ ചലനങ്ങൾ മനസ്സിലാക്കുകയും പ്രത്യേകതരം LED-കൾ ഉപയോഗിച്ച് വാർണിംഗ് സിഗ്നലുകളും സുരക്ഷിതമായ മറ്റൊരു ക്രോസിംഗ് മാർഗമോ ഒക്കെ കാണിക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കുന്നു. അങ്ങനെ നാടും കളറാവട്ടെ. നമ്പർ 6, വണ്ടി ഓടിച്ചുകൊണ്ട് റോഡ് നന്നാക്കാം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ എല്ലായിടത്തും ഒരു തലവേദന തന്നെയാണ്. എന്നാൽ റോഡ് പണിയെന്നും പറഞ്ഞ് എത്ര പണവും സമയവുമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അപഹരിക്കുന്നത്. എന്നാൽ ഇൻസ്റ്റന്റ് റോഡ് റിപ്പയർ എന്ന ആശയം ലോകത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ആഡ്ഫോഴ്സ് എന്ന കമ്പനി. യാതൊരുവിധ ട്രാഫിക് ബ്ലോക്കുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈസിയായി റോഡ് റിപ്പയർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിലാകെ ചെയ്യേണ്ടത് റോഡിലെ അഴുക്കും വെള്ളവും ക്ലീൻ ചെയ്ത ശേഷം റിപ്പയർ ചെയ്യേണ്ട കുഴിയിലേക്ക് റോഡ് സെറ്റിംഗ് മിക്സ്ചർ ചേർത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ഫിൽം കൊണ്ട് മൂടുക. ബാക്കിയൊക്കെ റോഡിലൂടെ പോകുന്ന വണ്ടികൾ ചെയ്തോളും. വണ്ടികളുടെ വീല് ഈ പാച്ച് വർക്കുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ സംഭവം സെറ്റായിക്കോളും.
വണ്ടിയും ഓടിക്കാം, റോഡും ശരിയാക്കാം. നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയും കാണുമ്പോൾ ഇതുപോലുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലും വേണമെന്ന് തോന്നുന്നില്ലേ? റോഡ് പണിയുടെ പേരിൽ മാത്രം കൊല്ലം പണം തട്ടുന്നവർക്കൊരു പണിയാവട്ടെ. ആലക്കോട് കാപ്പിമല റോഡ് പണിയുവാൻ കിഫ്ബി വഴി അനുവദിച്ച ഫണ്ട് എന്താകുമെന്ന് കണ്ടറിയാം. നമ്പർ 5. ട്രാഫിക് നിയന്ത്രിക്കാനും യന്ത്രമെത്തി. ട്രാഫിക് ടെക് കമ്പനി നിർമ്മിച്ചെടുത്ത ഒരു അടിപൊളി ഓട്ടോമേറ്റഡ് ബാരിയർ സിസ്റ്റമാണിത്. ഹൈവേകളിലും പാലങ്ങളിലും ടണലുകളിലും ട്രാഫിക് നിയന്ത്രിക്കാനായി വികസിപ്പിച്ചെടുത്തതാണ് ഈ സിസ്റ്റം. ഓസ്ട്രേലിയയിലാണ് ഈ സംവിധാനം നടപ്പിലാക്കിയത്. റോഡിൽ പെട്ടെന്ന് അപകടങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ ട്രാഫിക് ജാം ആകാതെ തന്നെ വാഹനങ്ങളെ വഴിതിരിച്ചു വിടുവാൻ സാധാരണയായി ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാരിയേഴ്സ് സ്ഥാപിക്കലാണ്. എന്നാൽ ഇതിന് ഒരുപാട് സമയമെടുക്കും. അതേസമയം വെറുമൊരൊറ്റ ബട്ടണിൽ ഈ ഓട്ടോമാറ്റിക് ബാരിയേഴ്സ് ആ പണി കൃത്യമായി നിർവഹിക്കും. പക്ഷേ ഇതിനായി എപ്പോഴും ഒരു ഓപ്പറേറ്ററുടെ സാമീപ്യം ആവശ്യമില്ല. കാരണം ഇത് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു മൊബൈൽ ഗെയിമിനേക്കാൾ എളുപ്പമായി തോന്നിയോ ഇത്? ട്രാഫിക് ഫ്ലോ പ്ലേറ്റ് സ്പൈക്ക് ബാരിയർ. വഴി തടസ്സപ്പെടുത്തുന്ന ഒരു ബാരിയർ സ്ഥാപിക്കാതെ തന്നെ ഒരു സ്ഥലത്തെ ട്രാഫിക്കിന്റെ ദിശ നിയന്ത്രണം സാധ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ട്രാഫിക് ഫ്ലോ പ്ലേറ്റ് സ്പൈക്ക് ബാരിയർ. ഇതിൽ 2 ഇഞ്ച് നീളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആണികൾ അനുവദിച്ച ദിശയിലൂടെ വരുന്ന വാഹനങ്ങളുടെ ടയറുകളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. എന്നാൽ എതിർദിശയിലോ നിയമങ്ങൾ തെറ്റിച്ചോ മറ്റോ ഇതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ടയറുകൾക്ക് എപ്പോ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ചെക്ക് പോസ്റ്റുകളിലും നഗരനിരത്തുകളിലും മറ്റും ഉപയോഗിക്കാൻ അനുയോജ്യമാണ് ഈ സംവിധാനം. ഈ സിസ്റ്റം കൊള്ളാമോ? കൗതുകം നിറഞ്ഞ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 4. ഡ്രൈവ് ചെയ്തുകൊണ്ട് കാർ ചാർജ് ചെയ്യാം. 2030 ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുള്ള എല്ലാ കാറുകളുടെയും ഉപയോഗം നിരോധിക്കാനാണ് സ്വീഡിഷ് ഗവൺമെന്റിന്റെ തീരുമാനം. ഇത്തരം വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് വളരെ കൂടുതലാണ് എന്നതാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ. ഇതിന്റെ ആദ്യപടിയായി ഒരു പകരം സംവിധാനം അവർ വിഭാവനം ചെയ്തു കഴിഞ്ഞു. ഇതൊരു ഇലക്ട്രിഫൈഡ് റോഡാണ്. ഇത് വാഹനങ്ങളെ റോഡിൽ വെച്ച് തന്നെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്നു. അതെ, ട്രാമുകളിലും ട്രോളി ബസ്സുകളിലും ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളത് ഇവിടെ വയറുകളുടെ ആവശ്യമില്ല എന്നതാണ്. റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള റെയിൽസിലൂടെ നേരിട്ട് പവർ സപ്ലൈ ചെയ്യുന്നു. ഈ ഇലക്ട്രിഫൈഡ് റോഡുകൾ തീർത്തും സുരക്ഷിതമാണെന്നാണ് വിലയിരുത്തൽ. ഇനിയൊരു പക്ഷേ റോഡ് സോൾട്ട് വാട്ടർ കൊണ്ട് നിറയുകയാണെങ്കിൽ പോലും റോഡിന്റെ ഉപരിതലത്തിൽ ആകെ 1 വോൾട്ട് വൈദ്യുതി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അതായത് ചെരുപ്പിടാതെ ഈ റോഡിലൂടെ നടന്നാൽ പോലും നിങ്ങൾ സുരക്ഷിതരാണ്. ഇന്ധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി അതുവഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇങ്ങനെയൊരു ആശയത്തിലൂടെ. നമ്പർ 3. മുന്നറിയിപ്പ് തരും റഡാറുകൾ. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ജമ്മു ആണ്. എന്നാൽ അതുപോലെ തന്നെ അപകടം നിറഞ്ഞതാണ് അവിടുത്തെ റോഡുകളും. പ്രത്യേകിച്ച് ജമ്മു ശ്രീനഗർ ഹൈവേ റോഡ്. പർവ്വത പ്രദേശമായതിനാൽ കുത്തനെയുള്ള ചെരിവുകളും അന്തം വിട്ട വളവുകളും ഈ പ്രദേശത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച റോഡാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമെന്നോണം ഏറ്റവും അപകട സാധ്യതയുള്ള റോഡിന്റെ ഇരുവശത്തും ഇതുപോലെയുള്ള സ്പെഷ്യൽ റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റോഡുകൾ ഇതുവഴി 2 ഡയറക്ഷനിലൂടെയും വരുന്ന വാഹനങ്ങളുടെ വേഗത അനലൈസ് ചെയ്യുകയും വേഗത കൂടുതലാണെങ്കിൽ ഇരു വാഹനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് സിഗ്നൽസ് വഴിയാണ് ഡ്രൈവർമാർക്ക് സ്പീഡ് കുറയ്ക്കുവാൻ സന്ദേശം നൽകുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ റോഡുകളും ഹൈടെക് ആയല്ലേ? റോഡിലെ DJ ലൈറ്റ്സ്. ലോകത്ത് 3 കാറുകൾ എടുത്താൽ അതിൽ ഒരെണ്ണം നിർമ്മിച്ചിരിക്കുക ചൈനയിലായിരിക്കും. ചൈന എല്ലാത്തിലും മുൻപന്തിയിലാണ്. അതിപ്പോ കാർ നിർമ്മാണത്തിൽ മാത്രമല്ല, റോഡുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ ഉള്ളത് ചൈനയിലാണ്. റോഡിലെ സുരക്ഷയും അതുപോലെ പ്രധാനമാണ്. ഈ സോളാർ റോഡ് ലൈറ്റുകൾ നോക്കൂ, ഒരു DJ പാർട്ടിയാണെന്ന് തോന്നില്ലേ? പച്ച, ചുവപ്പ്, നീല, മഞ്ഞ തുടങ്ങി ബഹുവർണ്ണങ്ങളിലുള്ള ഇവ റോഡിൽ റിഫ്ലക്ടറുകൾ പോലെ പ്രവർത്തിക്കുന്നു. ഇതിലെ സോളാർ പാനൽ അമേരിക്കൻ ആണെങ്കിലും ബാറ്ററി ജപ്പാൻ നിർമ്മിച്ചതാണ്. 1,00,000 മണിക്കൂറാണ് ഇതിന്റെ ലൈഫ് സ്പാൻ. ലൈറ്റുകൾ വാട്ടർ പ്രൂഫും 2625 അടി അകലത്തിൽ നിന്നുപോലും കാണാൻ സാധിക്കുന്നവയുമാണ്. ഈ സ്മാർട്ട് സിസ്റ്റം നിങ്ങൾക്കിഷ്ടമായോ? നമ്പർ 2. റോഡ് മാർക്കിങ്ങിലെ നൂതന ആശയങ്ങൾ. റോഡിലെ വരകൾ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു മോഡേൺ റോഡ് മാർക്കിംഗ് ടെക്നോളജിയാണ് അടുത്തത്. ഇതാണ് സ്പോട്ട് ഫ്ലക്സ് സ്പ്രേ പ്ലാസ്റ്റ്. റൊമേനിയയിൽ നിർമ്മിച്ച ഈ റോഡ് മാർക്കിംഗ് ടെക്നോളജി ഏകദേശം 0.12 ഇഞ്ച് കനത്തിൽ കൃത്യമായി റോഡിലെ വരകൾ ഇടുന്നു. വരകൾ തെളിഞ്ഞതും മഴയിൽ മാഞ്ഞു പോകാത്തവയുമാണ്. ഇരുട്ടിലും വളരെ വ്യക്തമായി ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കുറയ്ക്കാൻ ഈ റോഡ് മാർക്കിംഗ് സഹായിക്കുന്നു. പ്ലെക്സി ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മിഥൈൽ മെഥാക്രൈലേറ്റ് ഇതിലെ ഒരു പ്രധാന കണ്ടന്റാണ്. ഇത് പരിസ്ഥിതിക്ക് അത്ര യോജിച്ചതല്ലെങ്കിലും സാമ്പത്തികമായി ഏറെ ലാഭകരമാണ്. നമ്പർ 1. സുരക്ഷിതമായ സൈക്കിൾ യാത്രയ്ക്ക്.
മോട്ടോർ വാഹനങ്ങൾ മാത്രമല്ലല്ലോ, സൈക്കിളുകളും റോഡിലൂടെ തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ അവരുടെ സുരക്ഷയും പ്രധാനമല്ലേ? ട്രാഫിക്കിൽ നിന്നും സൈക്ലിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വേവ് രൂപത്തിലുള്ള ബാരിയേഴ്സ് ആണിവ. സാധാരണ ബാരിയേഴ്സിനേക്കാൾ കൂടുതൽ എഫക്റ്റീവും സുന്ദരവുമാണ് ഈ വേവ് ഡീലീനിയേറ്റേഴ്സ്. ജനസംഖ്യയേക്കാൾ കൂടുതൽ സൈക്കിളുകളുള്ള നെതർലാൻഡ്സും ഡെൻമാർക്കുമെല്ലാം ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇന്ന് കണ്ടതിൽ നിങ്ങളെ ഏറെ അതിശയിപ്പിച്ച റോഡ് ടെക്നോളജി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി ടോപ്പിക്കുമായി ഉടനെ കാണാം. See you soon.